ഹായ് എവരി വൺ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 10ന്റെ സബ്സെ ബഡാ ഷോമാൻ എന്നുള്ള ജീവനിയാണ്. ഗീത് ചതുർവേദി എഴുതിയ ജീവനിയുടെ മലയാള ജീവനിയുടെ പരിഭാഷയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ ചാപ്ലിന്റെ ഒരു വചനത്തിലൂടെ തുടങ്ങാം. മുझे बारिश में चलना पसंद है, मेरे आजू जो नहीं देख पाता है कोई. ഇത് നമ്മുടെ ഒരു അതുല്യ പ്രതിഭയായ ചാർലി ചാപ്ലിന്റെ ഒരു കഥനാണ്. ഇതും തന്നെ നമുക്ക് മനസ്സിലാക്കാം അല്ലെ. ചാർലി ചാപ്ലിൻ ആരായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം. ലോകത്തെ മുഴുവൻ ചിരിപ്പിച്ച ഒരു അതുല്യ പ്രതിഭയാണ് അല്ലെ. അപ്പൊ അദ്ദേഹം പറയുന്നത് തന്നെ എന്താ നോക്കൂ. മുझे बारिश में चलना पसंद है, मेरे आजू जो नहीं देख पाता है कोई. അതായത് എനിക്ക് മഴയത്ത് നടക്കാനാണ് ഇഷ്ടം, കാരണം എൻ്റെ കണ്ണുനീര് ആരും കാണില്ലല്ലോ. അപ്പൊ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അദ്ദേഹം ജനിക്കുമ്പോഴേ ഇത്രയും ഫേമസ് ഒന്നും ആയിരുന്നില്ല. അദ്ദേഹത്തിനും ധാരാളം കഷ്ടതകൾ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്ന്. പക്ഷെ എന്തിരുന്നാലും ഇത്രയും ലോകത്തെ ചിരിപ്പിച്ച ഒരു മഹത് വ്യക്തി ഉണ്ടാവില്ല എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പൊ അത്തരത്തിലുള്ള ആ അതുല്യ പ്രതിഭ ജന്മം എടുത്തതിനെ കുറിച്ചുള്ള ആ സിറ്റുവേഷൻ ആണ് ഈ ലെസൺ. അതിനെ കുറിച്ചുള്ള ഒരു ജീവനിയാണ് ഗീത് ചതുർവേദി എഴുതിയ ഒരു ജീവനിയാണ് സബ്സെ ബഡാ ഷോമാൻ. അപ്പോൾ ഈ ലെസന്റെ ലാസ്റ്റ് പാരഗ്രാഫിൽ തന്നെ ലാസ്റ്റ് അവസാനിക്കുന്നതിന് ഉസ്നെ ജന്മ ലേ ലിയാത്ത എന്ന വേർഡിലൂടെയാണ് അല്ലെ. അപ്പൊ അതിന് അർത്ഥം എന്താ? അദ്ദേഹം ജന്മമെടുത്തു, അവൻ ജന്മമെടുത്തു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതായത് എങ്ങനെയാണ് ഒരു ചാർലി ചാപ്ലിന്റെ ആദ്യത്തെ സ്റ്റേജ് പ്രോഗ്രാം അവതരിപ്പിക്കാനിടയായ സംഭവത്തെ കുറിച്ചാണ് ഈ ജീവനിയിലൂടെ വ്യക്തമാക്കുന്നത്. അപ്പൊ നമുക്ക് ഓരോ പാരഗ്രാഫായിട്ട് സാരാംശം പറഞ്ഞു പോവാം. ओके. गाते गाते अचानक मांग की आवाज फटकर फुसफुसाहट में तब्दील हो गई. लोगों की लगा कि माइक में कुछ खराबी आ गई है, पर फुसफुसाहट सारी थी. लोग चिल्लाने लगे. कहीं से कुछ लोग म्याऊ म्याऊ की आवाज निकालने लगे. इस अभद्र शोर ने माम को स्टेज से हटने को मजबूर कर दिया. അപ്പൊ ഇതില് ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു സ്റ്റേജ് പ്രോഗ്രാമില് ചാർലി ചാപ്ലിന്റെ അമ്മ ഒരു സ്റ്റേജ് പ്രോഗ്രാം അവതരിപ്പിക്കാനായിട്ട് പാടാനായിട്ട് തയ്യാറായി നിൽക്കുമ്പോൾ അവരുടെ സൗണ്ടിൽ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാണ്. അത് കേട്ടതും ആളുകളെല്ലാം കൂടെ ബഹളം വെച്ചപ്പോൾ അഭദ്രശോർ, ഇതിൽ കുറച്ച് ന്യൂ വേർഡ്സുകൾ വരുന്നുണ്ട്, അത് നമ്മൾ നോട്ട് ചെയ്യണം. കാരണം എന്താ വെച്ചാൽ എക്സാമിന് ഈ മീനിങ്സ് വരുന്ന വേർഡ് ഒരു പാരഗ്രാഫിൽ നിന്ന് എടുത്തെഴുതുക എന്നൊക്കെ പറയും. അപ്പൊ അഭദ്ര ഷോർ എന്ന് പറഞ്ഞാല് അചാനക്, പെട്ടെന്നുണ്ടായ ഒരു ബഹളം. ഷോർ എന്ന് പറഞ്ഞാൽ ബഹളം എന്നാണ് അർത്ഥം. അപ്പൊ അഭദ്ര എന്ന് പറഞ്ഞാൽ അചാനക് എന്നുള്ള അർത്ഥം. അപ്പൊ പെട്ടെന്നുള്ള ആ ബഹളം അമ്മേനെ സ്റ്റേജിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് പ്രേരിപ്പിക്കുകയാണ്. പിന്നീട് അങ്ങോട്ട് പാട്ട് അവതരിപ്പിക്കാനുള്ള അല്ലെങ്കിൽ ഗീത് കാനേക്ക പാട്ട് പാടാനുള്ള ആ ഒരു ഇത് കിട്ടാതിരിക്കുക, അമ്മയ്ക്ക് ആ ഒരു കോൺഫിഡൻസ് കിട്ടാതിരിക്കുകയും അതിന് വഴി അമ്മ സ്റ്റേജിൽ നിന്ന് മാറിപ്പോവുകയും ചെയ്യുന്നതാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. चार्ली को वह अक्सर अपने साथ थिएटर ले जाती थी. उस दिन भी पर्दे के पीछे खड़ा वह आवाज के तमाशे को देख रहा था. അപ്പോൾ ചാർലി ചെറിയ കുട്ടിയായതുകൊണ്ട് തന്നെ 5 साल का लड़का था चार्ली. तो वो अपने लड़के को भी മകനെയും കൂടെ കൊണ്ടുപോവാറുണ്ടായിരുന്നു. ആ ദിവസവും പർദ്ദയ്ക്ക് പീച്ചയായിട്ട്, കർട്ടന്റെ ബാക്കിലായിട്ട് ചാർലി ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കണ്ടായിരുന്നു. അപ്പോൾ അമ്മയും മാനേജറും തമ്മിൽ മാ ഓർ മാനേജർ മേ ബഹസ് ഹോത്തെ ദേഖ് വഹ് വഹാം ഗയ. അമ്മയും ബഹസ് മീൻസ് തമ്മിലുള്ള ആ സംഭാഷണം, സ്റ്റേജിൽ കയറാൻ വേണ്ടിയിട്ട് അമ്മയെ മാനേജർ നിർബന്ധിക്കുന്നതൊക്കെ കണ്ടിട്ട് ചാർലി അവിടേക്ക് കടന്നു വരികയാണ്. അപ്പോൾ ഈ നമ്മുടെ കഥാപാത്രമായ ചാർലി ചാപ്ലിൻ പല സമയത്തും അവിടെയുള്ള ആളുകളോട് എന്ത് ചെയ്യുന്നതായിട്ട്
പലരെയും അഭിനയിച്ച് കാണിക്കുന്നതും ഒക്കെ ആയിട്ട് മാനേജർ കാണാറുണ്ടായിരുന്നു. അപ്പൊ അമ്മയോട് മാനേജർ പറഞ്ഞു, ഇന്നത്തെ ഷോ നടക്കണമെങ്കിൽ ഒന്ന് മകനെ സ്റ്റേജിൽ കയറ്റാൻ പറഞ്ഞു. അപ്പൊ അതായത് മകന്റെ കഴിവുകള്, ചാർലി ചാപ്ലിന്റെ കഴിവുകൾ പലവട്ടായിട്ട് മാനേജർ കണ്ടിരുന്നു. ബഹുത് മുബാഹിസ് കെ ബാദ് ഹദദ് ചാർലി കോ സ്റ്റേജ് പർ ലേ ഗയ. അപ്പൊ അമ്മയ്ക്കാണെങ്കിൽ 5 വയസ്സുള്ള ആ മകനെ സ്റ്റേജിലേക്ക് കയറ്റിവിടാൻ ഭയമായിരുന്നു. അപ്പോൾ എന്നാലും മാനേജറുടെ നിർബന്ധപ്രകാരം എന്ത് ചെയ്തു, അമ്മ ചാർലി ചാപ്ലിനെ സ്റ്റേജിലേക്ക് അയക്കുകയാണ്. ലേഖയ ഓർ സ്റ്റേജിലേക്ക് പോകുന്ന ചാർലി ചാപ്ലിൻ അവിടെ വെച്ചിട്ട് ഫേമസ് ആയ പാട്ടുകാരനായ ജാക്ക് ജോൺസിന്റെ പാട്ട് പാടുകയും ഓർക്കസ്ട്ര അതൊക്കെ നല്ല പോലെ ക്രമീകരിച്ചപ്പോൾ ആ പാട്ട് വളരെയധികം എന്താണ് പറയുക, ആളുകളിലേക്ക് ആകർഷിക്കുകയും ഗാന അഭി ആദാ ഹി ഹുവാ താ കി സ്റ്റേജ് പർ പൈസോം കി ബൗചാർ ശുരു ഹോ ഗയി. അങ്ങനെ ആ പാട്ട് പകുതി ആയപ്പോഴേക്കും സ്റ്റേജിൽ പൈസകൾ കൊണ്ട് നിറയാൻ തുടങ്ങി. അത്രയും ആളുകൾക്ക് ആ കുട്ടിയുടെ പാട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ പിന്നീട് അങ്ങോട്ടുള്ള പാരഗ്രാഫിൽ പറയുന്നത് ചാർലിയുടെ ആ കുട്ടിത്വത്തിന്റെ നിഷ്കളങ്കതയാണ്. ആ നിഷ്കളങ്കതയിൽ ചെയ്തതെല്ലാം ആളുകൾക്ക് അതൊരു എന്താണ് പറയുക, ചിരിക്കാനുള്ള വസ്തുത അല്ലെ. കുട്ടികൾ എന്ന് പറയുമ്പോൾ തന്നെ വളരെ നിഷ്കളങ്കരാണ്. അപ്പൊ അവരുടെ ആ നിഷ്കളങ്കതയിൽ ചെയ്യുന്ന പ്രവൃത്തി ആളുകൾക്ക് ചിരിക്കാനുള്ള ഇതായി മാറി എന്നുള്ള രീതിയിലാണ്. അപ്പൊ പൈസ വന്നതും എന്താണ് പറയുക, സ്റ്റേജിനെ കുറിച്ചോ ആളുകളെ കുറിച്ചോ ഒന്നും അറിയാത്ത ചാപ്ലിൻ പറയുന്നുണ്ട്, ഞാൻ ആദ്യം ഈ പൈസയൊക്കെ ഇതാക്കട്ടെ, എന്നതിന് ശേഷം അവതരിപ്പിക്കാന്നുള്ളത് തുറന്നു പറയുന്നുണ്ട്. അപ്പൊ ആ കുട്ടിയുടെ ആ നിഷ്കളങ്കത്വം കാണുമ്പോൾ സ്റ്റേജ് മുഴുവൻ പൊട്ടിച്ചിരിക്കുന്നതായിട്ടും ഉള്ളതാണ് ബാക്കിയുള്ള ഭാഗങ്ങളിൽ പറയുന്നത്. അങ്ങനെ അതൊരു പ്രോഗ്രാം വളരെ ഹിറ്റാവുകയും ആളുകളുടെ കയ്യടി വാങ്ങിക്കൂട്ടുകയും ചെയ്തു. ആ ഫസ്റ്റ് പ്രോഗ്രാമിൽ തന്നെ ചാർലി ചാപ്ലിൻ ആളുകളുടെ മനസ്സ് കീഴടക്കി അല്ലെ, ദർശകരുടെ മനസ്സ് കീഴടക്കിയായിട്ടുള്ള സന്ദർഭമാണ് പറയുന്നത്. അങ്ങനെ ആ പാട്ട് കഴിഞ്ഞതും സ്റ്റേജിലേക്ക് ആളുകൾ കയറി വരികയും കുട്ടിയെയും അമ്മയെയും ഒക്കെ അഭിനന്ദിക്കുകയും ചെയ്യുന്ന സമയത്ത് പിന്നീടും ചാർലി ചാപ്ലിൻ എന്തൊക്കെ ചെയ്തു, അവിടെയുള്ള പലരെയും അനുകരിച്ചിട്ടും നൃത്തം ചെയ്തിട്ടും അങ്ങനെ ഒരു വെറും പാട്ടിലൂടെ മാത്രമല്ല പലതരത്തിൽ ആളുകൾക്ക് ഒരു വളരെ നല്ലൊരു എന്റർടൈൻമെന്റ് നൽകി. അങ്ങനെ നമ്മുടെ പ്രശസ്തനായ ആരാണ് ആ ചാർലി ചാപ്ലിൻ എന്ന അതുല്യ പ്രതിഭയ്ക്ക് അന്ന് അവിടെ ആ സമയത്ത് ആ സ്റ്റേജിൽ വെച്ചിട്ട് ജന്മം കൊണ്ടു എന്നാണ് പറയുന്നത്. അതിനുശേഷം പിന്നീട് കയറിയ സ്റ്റേജുകളെല്ലാം അത്രയും ഫേമസ് ആയി മാറുകയും വളരെ ഒരു കീർത്തികെട്ട ഒരു അതുല്യ പ്രതിഭയായിട്ട് നമ്മുടെ ചാർലി ചാപ്ലിൻ മാറിയതിനെ കുറിച്ചുമാണ് ഈ ജീവനിയിൽ ആ ഒരു ചെറിയൊരു ഭാഗമാണ് ഈ ജീവനിയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇനി നമുക്കിതില് ഒരു റിപ്പോർട്ട് നോക്കാം. റിപ്പോർട്ട് എങ്ങനെ എഴുതാം എന്നുള്ളത് നോക്കാം. ചാർലി ചാപ്ലിൻ എന്നുള്ള ലെസണില് റിപ്പോർട്ട് എങ്ങനെ എഴുതാം എന്നുള്ള കാര്യമാണ് നമ്മളിതിൽ നോക്കേണ്ടത്. ഫസ്റ്റ് എക്സസൈസ് തന്നെ ഒരു റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യണം. റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അറിയാലോ, ന്യൂസ് റിപ്പോർട്ട്. അപ്പൊ അതിലേക്ക് ആദ്യം വേണ്ടത് എന്താണ്, ഹെഡിങ് ആണ് വേണ്ടത് അല്ലെ. അപ്പൊ റപ്പട്ട് എന്ന് പറയും. അപ്പൊ അതിന്റെ ഹെഡിങ് എന്താ, ഷോമാൻ കാ ശുരുവാത്ത് എന്നുള്ള ഹെഡിങ് കൊടുക്കാം നമുക്ക്. എന്താണ് ഷോമാൻ കാ ശുരുവാത്ത്, അതായത് അതുല്യ പ്രതിഭയുടെ ആരംഭം എന്നൊക്കെ ഉള്ള അർത്ഥത്തിൽ ഷോമാൻ കാ ശുരുവാത്ത്. പിന്നെ റിപ്പോർട്ടിൽ മെയിൻ ആയിട്ട് ഒരു റിപ്പോർട്ടിൽ എന്തൊക്കെ വേണം എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് പറയാം. ആദ്യം ഹെഡിങ് ഉണ്ടായിരിക്കണം, പിന്നെ അത് നടന്ന പ്ലേസ് ഉണ്ടായിരിക്കണം. നമ്മളിപ്പോൾ പത്രം ഒക്കെ എടുത്തു കഴിഞ്ഞാൽ, പത്രവാർത്ത റിപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഉള്ള മെയിൻ 2 കാര്യങ്ങളാണ് ഹെഡിങ്, അട്രാക്റ്റീവ് ആയിട്ടുള്ള ഹെഡിങ്. ആ ഹെഡിങ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ന്യൂസ് ഒന്ന് വായിക്കാൻ തോന്നണം. അത്തരത്തിലുള്ള ഒരു ഹെഡിങ്ങും പിന്നെ ഇത് നടന്ന സ്ഥലത്തെക്കുറിച്ചുള്ള ആ 2 പോയിന്റ് എന്തായാലും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ ഇവിടെ നമ്മൾ ഹെഡിങ് കൊടുക്കുന്നത് ഷോമാൻ കാ
കാ ശുരുവാത്ത് എന്നുള്ളതാണ്. പിന്നെ സ്ഥലം ദക്ഷിൺ ലണ്ടൻ. दक्षिण लंदन में एक घटना हुई. गायिका माँ സ്റ്റേജ് पर गा रही थी. ഇങ്ങനെയാണ് നമ്മൾ റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. ദക്ഷിൺ ലണ്ടൻ മേ എഹ് ഘടന ഹുയി. ഈ സംഭവം നടന്നത് ദക്ഷിണ ലണ്ടനിലാണ്. ഗായിക മാം സ്റ്റേജ് पर गा रही थी. उसकी आवाज फटकर फुसफुसाहट में बदल गई. പെട്ടെന്ന് അവരുടെ സൗണ്ടിന് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായി. ലോഗ് പഹലെ എഹ് മൈക്ക് ഖരാബി ലഗി. ഫസ്റ്റ് ആളുകൾ വിചാരിച്ചത് മൈക്കിന്റെ പ്രശ്നമാണ് എന്നായിരുന്നു. ലേക്കിൻ അസൽ മേ ഗായിക കി ആവാസ് ഹി ചലി തി. പിന്നീട് മനസ്സിലായി അത് ഗായികയുടെ സൗണ്ട് പോയതാണ് എന്ന്. ഐസെ ഉനെ സ്റ്റേജ് സെ ഹട്നെ ലഗ. അതുകൊണ്ട് തന്നെ പിന്നീട് ഉണ്ടായ ആ ബഹളം ഗായികയ്ക്ക് അവിടെ സ്റ്റേജിൽ നിൽക്കാനുള്ള കോൺഫിഡൻസ് ഇല്ലാതാക്കുകയും അവിടെ നിന്ന് സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോവേണ്ട സാഹചര്യം ഉണ്ടായി. कार्यक्रम पूरा करने के लिए उसकी 5 साल का बेटा चार्ली ചാപ്ലിൻ का സ്റ്റേജ് पर ആനാ പടി. അങ്ങനെ ആ കാര്യക്രം പൂർത്തീകരിക്കുന്നതിനായിട്ട് അവരുടെ 5 വയസ്സുള്ള ബാലകൻ സ്റ്റേജിലേക്ക് കയറി വന്നു. ഉസ്നെ ഖാന ഖായ, നൃത്യ കിയ, അപ്പനെ മാം സാഹിദ് അനേക ലോഗോं की നക്കൽ കിയ. ഈ നക്കൽ കിയ വേർഡ് ഈ നക്കൽ കിയ എന്നുള്ള വേർഡ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയത് ഒരു പുതിയ വേർഡാണ് ഈ ലെസണിൽ. നക്കൽ കിയ എന്ന് പറഞ്ഞാൽ അനുകരിക്കുക എന്നുള്ളതാണ്. അപ്പൊ അമ്മയുടെ ആ സൗണ്ടിന്റെ ആ ഡിസ്റ്റർബൻസ് വരെ ആ ബാലകൻ അവതരിപ്പിച്ചു കാണിച്ചു. ऐसे एक छोटे बच्चे के क्षमता के कारण कार्यक्रम पूर्ण रूप से चलाया. അങ്ങനെ അവിടെ ഈ കുട്ടിയുടെ ഇടപെടൽ കാരണം ആ പ്രോഗ്രാം നല്ലപോലെ നടന്നു. അങ്ങനെ ഒരു അതുല്യ പ്രതിഭയ്ക്ക് ജന്മം എടുത്തു എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ. അപ്പൊ ഇങ്ങനെയാണ് പത്രവാർത്ത എഴുതേണ്ടത്. ഇനി നമുക്ക് ഇതേ ലെസണിൽ തന്നെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 42 ഒരു ഗ്രാമർ വർക്ക് നോക്കാം. അതായത് ലഗേ എന്നുള്ള പ്രയോഗ്, ലെഗിന്റെ പ്രയോഗ് മനസ്സിലായോ? ലെഗ് കാ പ്രയോഗ് എങ്ങനെ വരുന്നു എന്നുള്ളതാണ് അതിൽ പറയുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് പറയുന്നുണ്ട് ലോഗ് ചില്ലാനെ ലഖേ, എന്നിട്ട് ചില്ലാനെ ലഖേ എന്ന് പറയുന്നതിൻ്റെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു മാർക്കിനുള്ള ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആയിരിക്കും. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കുക. ലോഗ് ചില്ലാനെ ലഖേ എന്ന് പറഞ്ഞാല് ഇവിടെ നമ്മൾ 2 കാര്യങ്ങളാണ് ഓർത്ത് വെക്കേണ്ടത്. ലെഗ് എന്റെ പ്രയോഗം വരുന്ന സമയത്ത് നമ്മൾ അതിനു മുന്നുള്ള ക്രിയാരൂപം എന്തായി മാറും? നേ എന്നുള്ളതായിട്ട് മാറി. എപ്പോഴും നേകാരാന്ത് ആയിരിക്കും. നേകാരാന്ത്, അതായത് നേ എന്നുള്ളതിലായിരിക്കും അവസാനിക്കുക. ആ ഒരു കാര്യവും. പിന്നെ ലഗ് എന്നുള്ള പ്രയോഗം ലഖേ അല്ലെങ്കിൽ ലഖ എന്ന് വരുന്നത് സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടും ആയിരിക്കും. അപ്പൊ ഇവിടെ ഫസ്റ്റ് സെന്റൻസിലെ ലോഗ് ചില്ലാനെ ലഗേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ചില്ലാനെ എന്ന് വന്നത് എന്താണ്? ലെഗിന്റെ പ്രയോഗത്തിന്റെ സവിശേഷത. ലെഗ് പ്രയോഗിക്കുമ്പോൾ എപ്പോഴും എന്താണ്? ക്രിയാവേഡ്, ക്രിയയെ സൂചിപ്പിക്കുന്ന ശബ്ദം എന്തായിരിക്കും? നേകാരാന്തായിട്ട് മാറും. ചില്ലാനേ ലഖേ. പിന്നെ ലഗേ എന്ന് വന്നത് ലോഗാണ്. ഇവിടെ ലോഗ് എന്നുള്ളത് എന്താ? പ്ലൂറൽ വേർഡാണ് അല്ലെ, ബഹുവചനാണ്. അപ്പൊ അത് സ്വാഭാവികമായിട്ടും ലഖേ എന്നായിട്ട് മാറി. ഇനി സെക്കൻഡ് വേർഡ് നോക്കൂ. കഹീൻ സെ കുച്ച് ലോഗ് മ്യാവും മ്യാവും കി ആവാസ് നിഖാൽനെ ലഗേ. അവിടെ നിഖാൽനെ ലഗേ എന്നുള്ളതിന്റെ താഴെയാണ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്. അവിടെയും ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. ലെഗിന്റെ പ്രയോഗം ചെയ്യുമ്പോൾ ആ ക്രിയാ വേർഡിന് മുന്നേ നേഖാരാന്തായി മാറും. അപ്പൊ അത് നിഖാൽനെ ലഗേ എന്നായി. ഇവിടെയും ലോഗ് എന്നുള്ളതാണ്, പ്ലൂറൽ സബ്ജക്ട്സ് ആണ് വരുന്നത്. അതുകൊണ്ട് അവിടെയും ലഖേ എന്ന് പറഞ്ഞു. അതുപോലെ നെക്സ്റ്റ് നോക്കൂ. വഹ് ഉസേ സ്റ്റേജ് പർ ബേജ്നേക്ക് സിദ്ധ് കർണേ ലഗാ. അവിടെ നോക്കാം. അവിടെയാണ് നമുക്ക് ആ വ്യത്യാസം മനസ്സിലാവാം. കർണേ ലഖ, കർണേ എന്നുള്ളത് ക്രിയാവേഡ്, അതുകൊണ്ട് തന്നെ അത് നേഖാരാന്തായിട്ട് മാറി. അപ്പൊ കർണേ ലഖ
അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാ ലഘ വന്നത്? വഹ് എന്ന് പറയുമ്പോൾ സിംഗുലർ ഫോമാണ്. അതുകൊണ്ടാണ് അതെന്തായി മാറിയത്? ലഘ എന്നായിട്ട് മാറിയത്. അപ്പോൾ ഇത്ര ഷോർട്ടായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ലഘ് പ്രയോഗിക്കുമ്പോൾ ക്രിയാവർബ് എപ്പോഴും നേ ആയിട്ട് മാറും. അപ്പൊ ഇത് എങ്ങനെയാണ് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാന്നുള്ളതും കൂടെ ഞാൻ പറയാം. അതായത് ഇങ്ങനെ കറക്റ്റായിട്ട് ചോദിക്കില്ല. ശുദ്ധ കരോ എന്നുള്ള അർത്ഥത്തിലാണ് ഇത് അധികം വരാൻ സാധ്യത. ശുദ്ധ കരോ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇവിടെ ഒരു വേർഡ്, ഫസ്റ്റ് വേർഡ് തന്നെ എടുക്കാം. ലോഗ് ചില്ലാന ലഖാന്നോ അല്ലെങ്കിൽ ചില്ലായ ലഘ അങ്ങനെ എന്തെങ്കിലും തന്നിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് മനസ്സിലാക്കണം ലഘയുന്നത്. അവിടെ ലഘ് ഉണ്ടെങ്കിൽ അവിടെ എന്തായിട്ട് മാറും? ക്രിയാവേർഡ് എന്തായിട്ട് മാറും? നേ ആയിട്ട് മാറും. ചില്ലാനേ ലഘ, കർണേ ലഘ. ഈ കർണേ ലഘ എന്നൊക്കെ ചിലപ്പോ കർണാലഘ എന്ന് തരും. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കണം, ഒരിക്കലും ലെഗിന്റെ കൂടെ നാ വരില്ല. ലെഗിന്റെ കൂടെ നേ ആണ് അവസാനിക്കുക. ക്രിയാവർബ് എപ്പോഴും നേ ആയിരിക്കും എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കതിൽ ആ 1 മാർക്ക് സ്കോർ ചെയ്യാൻ ഈസി ആയിരിക്കും. അതേപോലെ സബ്ജക്റ്റ് വേസും ശ്രദ്ധിക്കണം. പ്ലൂറൽ ആണെങ്കിലാണ് ലഘെ, സിംഗുലർ വരുന്ന സമയത്ത് ലഘ എന്നുള്ള ഫോമിലാണ് വരിക. ലാസ്റ്റ് സെന്റൻസും അതുപോലെ തന്നെയാണ്. മാനേജർ ഏക്ക് റുമാൽ ലേക്കർ ആയ ഒരു പൈസെ ബഡോർനെ ലഘ എന്നാണ്. അപ്പൊ അവിടെ മാനേജറും എന്താണ്? ഏകവചനാണ്, സിംഗുലർ ഫോമാണ്. അതുകൊണ്ടാണ് അവിടെ ലഘ എന്ന്. അപ്പൊ ഇത്രയും പാർട്സ് ഈ ലെസണുമായി ബന്ധപ്പെട്ട് ഇത്രയും പാർട്സ് നന്നായി പഠിച്ചു വയ്ക്കുക. ഓക്കെ, താങ്ക് യു.